തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. യേശുവേ, കരുണാനിധിയായ ദൈവമേ, അവിടുന്ന് പഠിപ്പിച്ച തിരുവചനങ്ങളുടെ പൊരുൾ ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മളെല്ലാവരും നമ്മുടെ നിക്ഷേപങ്ങളെപ്പറ്റി, നമ്മുടെ സമ്പാദ്യങ്ങളെപ്പറ്റി ജാഗരൂകരാണ്. എന്നാൽ പലപ്പോഴും പലർക്കും നിലനിൽക്കുന്ന സമ്പാദ്യങ്ങൾ, നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നില്ല. എന്താണതിന് കാരണം? അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് നാം നേടിയെടുക്കുന്ന സമ്പാദ്യങ്ങൾ, അത് ധനമാകാം, അല്ലെങ്കിൽ അധികാരമാകാം, അല്ലെങ്കിൽ സൽപ്പേരുകളാകാം, അങ്ങനെ പലതുമുണ്ട്. അതെല്ലാം നിലനിൽക്കണമെങ്കിൽ അത് ദൈവഹിതമനുസരിച്ച് നേടിയതായിരിക്കണം എന്നാണ് ഈ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ അർത്ഥം. അല്ലാതെ സമ്പാദ്യം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ സമ്പാദ്യമൊന്നും നീ ഉണ്ടാക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നീ ഉണ്ടാക്കുന്ന സമ്പാദ്യം, നീ ഉണ്ടാക്കുന്ന പേരുകൾ, അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന അധികാരം, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന അവസ്ഥകൾ, അതെല്ലാം ദൈവഹിതമനുസരിച്ച് ഉണ്ടായതായിരിക്കണം, ഉണ്ടാക്കുന്നതായിരിക്കണം. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഏവർക്കും സമാധാനം നേർന്നുകൊണ്ടും നന്ദി, നമസ്കാരം.